ഹേ ഗൈസ്, അപ്പൊ ഞാൻ ഇനി പ്ലസ് ടുവിലോട്ടാണ്. കുറച്ച് അപ്കമിങ് +1 സ്റ്റുഡൻസ് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു അഡ്വൈസ് തരാനുണ്ടോന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ, അഡ്വൈസ് തരാനൊന്നും ഞാൻ ആളല്ല. എന്നാലും എനിക്ക് 2 കാര്യങ്ങൾ പറയാം. അതിലൊന്ന് ഫ്രണ്ട്ഷിപ്പ്. അതായത് നിങ്ങളുടെ മുമ്പോട്ടുള്ള 2 വർഷം +1 +2 ലൈഫ് എങ്ങനെയാവണം, നല്ലതാവണോ മോശമാവണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ ഏറ്റവും വലിയൊരു റോള് വഹിക്കുന്നത് ഈ ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പൊ മെജോറിറ്റി കുട്ടികളും പുതിയ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് പോകുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അവിടുത്തെ ചുറ്റുപാടോ അല്ലെങ്കിൽ കുട്ടികളുടെ ക്യാരക്ടർ ഒന്നും അറിയുന്നുണ്ടാവില്ല. നല്ല ഫ്രണ്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും. തെറ്റ് ചെയ്താൽ നീ ചെയ്തത് തെറ്റാണ് എന്ന് മുഖത്ത് നോക്കി പറയാൻ ഗട്സ് ഉള്ള ആളാണ് നമ്മുടെ ഏറ്റവും നല്ല റിയൽ ഫ്രണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ വേണം ഫ്രണ്ട്സ് ആയിട്ട് ചൂസ് ചെയ്യാൻ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇങ്ങനെ പോകുന്ന ഗ്രാഫ് ഇങ്ങനെ ആക്കി മാറ്റും. അല്ലെങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റോങ് അടിച്ചു എന്ന് വിചാരിക്കും. നിങ്ങൾ ഒരു സെക്കൻഡ് പോലും അവിടെ ഡൗട്ട് അടിച്ച് വേസ്റ്റ് ചെയ്യരുത്. അന്നേരം തന്നെ സ്റ്റെപ്പ് ബാക്ക് ചെയ്തോണം. അവരെന്തും വിചാരിച്ചോട്ടെ, അവരെന്തും പറഞ്ഞു നടന്നോട്ടെ, നിങ്ങൾ അതൊക്കെ ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ അങ്ങ് കളഞ്ഞോണം. 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടായിരിക്കും. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുൻപോട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാനിങ്സ് കാണും. ആ പ്ലാനിങ്സിലൊക്കെ ഈ ഫ്രണ്ട്സ് കൂടെ കാണണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മിക്ക ഫ്രണ്ട്ഷിപ്പ് ഈ 2 വർഷം കഴിയുമ്പോൾ ഡ്രോപ്പ് ആവും. പിന്നെ ഏത് സ്ട്രീം ചൂസ് ചെയ്യണം, അതൊക്കെ ദാറ്റ്സ് ടോട്ടലി അപ് ടു യു. അത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിയത്തുള്ളൂ. അപ്പം വെറുതെ ഇഷ്ടമില്ലാത്തത് ചൂസ് ചെയ്ത് സമയം കളയണ്ട. ഇഷ്ടമുള്ളത് ഏതാണോ, കഴിവതും പുറത്തു നിന്നുള്ള ഒരാളുടെ അല്ലെങ്കിൽ രണ്ടാമത് ഒരാളുടെ വാക്ക് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് എടുത്ത് പഠിക്കാൻ നിൽക്കുക. നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ബെറ്റർ ആയിട്ട് വൈസായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് 2 വർഷം മുമ്പോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അത്രയോ.